കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi dear learners, welcome to IGNO Focus 5.0. IGNO Previous Year Question Papers Ultimate Analysis. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BEGC 102 BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയേഴ്സിന്റെ പേപ്പർ ആയിട്ടുള്ള BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ BEGC 102 ഈ ഒരു പേപ്പർ കൂടുതലായിട്ടും യൂറോപ്യൻ ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ഒരുപാട് ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്ക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് BEGC 102. 4 ബ്ലോക്സ് ആണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത്. അപ്പോൾ ഓരോ ബ്ലോക്സിനെ വെച്ചും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ് ഇതെല്ലാം നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ പ്രസന്റേഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ബ്ലോക്സ് ആണുള്ളത്. ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുന്നുണ്ട്. റെലവൻസ്, എത്രത്തോളം റെലവെന്റ് ആണ് ആ ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാം പാറ്റേൺ അനാലിസിസ്, എക്സാംസിന് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, എത്ര വേർഡ്സിൽ എഴുതണം, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ടാകും. അതിന്റെ വെയിറ്റേജ് എത്രയാണ്, എത്ര വേർഡ്സിൽ ആൻസർ എഴുതണം എന്നെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാകും. ദെൻ കംസ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിന്റെ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ ഈ ഒരു പ്രസന്റേഷന്റെ ഏറ്റവും ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒന്നാണ് മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ പ്രസന്റേഷന്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മളൊരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ ഇതിന്റെ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഉണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യം സിലബസ് മാപ്പിംഗ് നോക്കാം. ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. എക്സാം റെലവൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 10 കൂടുതൽ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിനെയാണ് നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറയുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 5 to 9 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനും ടോപ്പിക്സിനും. അതുപോലെ ലോ റെലവൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ടൈംസ് വന്നിട്ടുള്ളതിലുമാണ്. സോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ്, ടോപ്പിക് ആൻഡ് അപ്പിയറൻസ് എത്ര തവണ വന്നിട്ടുണ്ട്, ആൻഡ് അതിന്റെ ബേസിസിൽ നമുക്ക് അതിന്റെ റെലവൻസ് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. നൗ ബ്ലോക്ക് 1 ഹോമർ, ദ ഇലിയറ്റ്. യൂണിറ്റ് 1 അപ്രോച്ചിങ് ദ ഇലിയറ്റ്. ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എപ്പിക്. 6 ടൈംസ് ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ മീഡിയം റെലവൻസ്. Again, block 1 Homer the Iliad. Unit 2 the Homeric hero. Topic who is the hero of Iliad, Achilles or Hector. 5 times ആണ് question paperൽ വന്നിട്ടുള്ളത്. Medium relevance. Again, block 1 Homer the Iliad. Unit 3 War, honor versus horror. Topic war brings honor and horror. Appearance 4 times. Low relevance. Again, block 1 Homer the Iliad. Unit 4 towards a political ethics. Topic ending of the Iliad or reconciliation. 1 time. So low relevance. Block 1 Homer the Iliad. Unit 3 War, honor versus horror. Topic story or outline of the Iliad. 7 times ആണ് question paperൽ വന്നിട്ടുള്ളത്. Medium relevance. Block 1 Homer the Iliad. Unit 3 War, honor versus horror. Topic notion of honor in the Iliad. 2 times ആണ് വന്നിട്ടുള്ളത് question paperൽ. Low relevance. Block 2 Sophocles, Oedipus Rex. Unit 1 Greek theatre and tragedy. Topic Greek theatre, major playwrights. 1 time, low relevance. Block 2 Sophocles, Oedipus Rex. Unit 1 Greek theatre and tragedy. Key terms mimesis, catharsis, peripeteia, anagnorisis. 9 times ആണ് വന്നിട്ടുള്ളത്. Medium relevance. Block 2 Sophocles, Oedipus Rex. Unit 2 text and chorus. Topic role of chorus or reports of Thebes. 2 times ആണ് വന്നിട്ടുള്ളത്. Low relevance. Block 2 Sophocles, Oedipus Rex. Unit 3 Aristotelian unities.
ടോപ്പിക് 3 യൂണിറ്റ്സ് ഈസ് ഇൻ ഈഡിപ്പസ് റെക്സ് 6 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. ബ്ലോക്ക് 2 സോഫോക്ലിസ് ഈഡിപ്പസ് റെക്സ് യൂണിറ്റ് 4 ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ട്രാജഡി ടോപ്പിക് ഫെയ്റ്റ് വേഴ്സസ് ഈഡിപ്പസ് ഓർ റെസ്പോൺസിബിലിറ്റി ഫോർ ഫോൾ 12 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ റെലവൻസ്. ബ്ലോക്ക് 3 പ്ലോട്ടസ് പോട്ട് ഓഫ് ഗോൾഡ് യൂണിറ്റ് 1 റോമൻ കോമഡി ആൻഡ് ട്രഡീഷൻസ് ടോപ്പിക് ഒറിജിൻസ് ന്യൂ കോമഡി ഫെസനൈൻ വേഴ്സസ് end of classical drama 12 times ആണ് വന്നിട്ടുള്ളത്. So high relevance. Block 3 plot of gold pot of gold plotus pot of gold unit 2 plot and characters 1 topic implications of marriage proposal 0 times, so low relevance. Block 3 plotus pot of gold unit 3 plot and characters 2 role topic role of Strobilus or slaves or integration into society 5 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. ബ്ലോക്ക് 3 പ്ലോട്ടസ് പോട്ട് ഓഫ് ഗോൾഡ് യൂണിറ്റ് 4 ക്ലാസിക്കൽ പെർസ്പെക്റ്റീവ്സ് ടോപ്പിക് ഡൗറി ആൻഡ് പൊസിഷൻ ഓഫ് വിമൻ ഓർ യുക്ലിയോ ആസ് മൈസർ ഓർ എൻറ്റിക് 9 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. ബ്ലോക്ക് 4 ഹൊറൈസ് ആൻഡ് ഓവിഡ് യൂണിറ്റ് 2 3 ഹൊറൈസ് ടോപ്പിക് ഹൊറേഷ്യൻസ് at a style or tone or positive values and father's influence 8 times ആണ് വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. ബ്ലോക്ക് 4 Horace and Ovid യൂണിറ്റ് 4 Ovid metamorphosis topic Ovid's metamorphosis epic status or Bacchus or Narcissus 6 times ആണ് വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മളൊരു ബാർ ചാർട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നമുക്ക് കാണാം ബ്ലോക്ക് 1 2 3 and 4 അതിന്റെ ക്വസ്റ്റ്യൻസ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇൻ വൈ ആക്സിസ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാം. എക്സ് ആക്സിസിൽ അതിന്റെ ബ്ലോക്സിന്റെ നെയിംസ് നമുക്ക് കാണാൻ പറ്റും. ബ്ലോക്ക് 1 25, ബ്ലോക്ക് 2 30, ബ്ലോക്ക് 3 26 ആൻഡ് ബ്ലോക്ക് 4 14. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയിൽ കൊടുത്തിരിക്കുന്നത്. നൗ നമുക്ക് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ബൈ ഫ്രീക്വൻസി അനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് വന്നിട്ടുള്ള ടോപ്പ് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യം ഒറിജിൻസ് ഓർ ന്യൂ കോമഡി ഓർ ഫെസനൈൻ വേഴ്സ് ഓർ എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ ബ്ലോക്ക് 3 യൂണിറ്റ് 1. ഇത് റെഗുലർ ആയിട്ട് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും ഷോർട്ട് നോട്ട് ആയിട്ടും അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിന്. നമ്പർ ഓഫ് ടൈംസ് 12 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെയ്റ്റ് വേഴ്സസ് ഈഡിപ്പസ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഇതും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. 400 to 800 വേർഡ്സ് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടൈം 12 ടൈംസ് ആണ്. അടുത്ത വന്നതാണ് കീ ഗ്രീക്ക് ട്രാജഡി ടേംസ് അനഗ്നോറസിസ് കഥാസിസ് പെരിപെറ്റിയ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഫ്രീക്വന്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. മീഡിയം ടു ഹൈ റെലവൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് എത്ര മാർക്കിനാണ് എത്ര വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം എന്നുള്ളത് നോക്കാം. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ടിപ്പിക്കലി 5 മാർക്സിനാണ് ചോദിക്കാറ്. അപ്രോക്സിമേറ്റ്ലി 100 to 200 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ അനഗ്നോറിസിസ് കഥാർസിസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാം. അല്ലെങ്കിൽ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാം. ടെക്സ്റ്റിൽ നിന്നൊരു എക്സ്ട്രാക്ട് കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാം. അതുപോലെ തന്നെ അടുത്ത ടൈപ്പാണ് അനലിറ്റിക്കൽ ആൻസർ മിഡ് ലെങ്ത് എസ്സേസ്. യൂഷ്വലി 10 മാർക്സിനാണ് ചോദിക്കുക. അപ്രോക്സിമേറ്റ്ലി 250 to 400 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോൾ ഓഫ് ഫെയ്റ്റ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ഒറേഷൻ സാറ്റയർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിഡ് ലെങ്ത് എസ്സേസിൽ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേസിൽ നമുക്ക് വരാറുള്ളത്. അടുത്തൊരു ടൈപ്പാണ് ലോങ് എസ്സേ. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 20 മാർക്സിനാണ് ചോദിക്കുക. 500 to 800 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെക്ടർ വേഴ്സസ് അക്കിലസ് എസ് പ്രൊട്ടാഗണിസ്റ്റ്, ഡൗറി ആൻഡ് വിമൻ ഇൻ പോട്ട് ഓഫ് ഗോൾഡ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതാണ് 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ കീ ടേം ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് കൺസെപ്ച്വൽ നോട്ട് ഇപ്പോൾ 5 മാർക്സിനൊക്കെ ചോദിക്കാം. 100 വേർഡ്സിൽ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാജഡിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഒക്കെ എന്താണ് പെരിപെറ്റിയ, അനഗ്നോറിസിസ്, ഹമാഷ്യ ഇതുപോലുള്ള ടേംസും ചോദിക്കാം. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 5 മാർക്സിന് ചോദിക്കുന്നതാണ്. 100 to 200 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഷോർട്ട് ആയിട്ടാണ് ആൻസർ എഴുതുന്നത് എങ്കിൽ പോലും നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്.
കൃത്യമായിട്ടുള്ള ആൻസർ ആയിരിക്കണം. ഷോർട്ട് ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് അതിൽ ആവശ്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് അനലിറ്റിക്കൽ ആൻസർ. അനലിറ്റിക്കൽ ആൻസർ 10 മാർക്സിനാണ് ചോദിക്കുക. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 250 to 400 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3 യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ആൻസർ എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലോങ് എസ്സേ. ലോങ് എസ്സേ 20 മാർക്സിനാണ് ചോദിക്കുക. 500 to 800 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ. നമുക്കറിയാലോ എസ്സേ എന്ന് പറയുമ്പോൾ എപ്പോഴും പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതൊരു സ്ട്രക്ചറിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഷോർട്ട് അല്ല, ലോങ് എസ്സേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേർഡ്സിൽ 800 വേർഡ്സിലൊക്കെ നമ്മൾ ആൻസർ എഴുതണം. ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാരഗ്രാഫ്സ് വേണം, ആൻഡ് ഒരു 5 or 6 പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് കീ ടേം ഡെഫിനേഷൻ. 5 മാർക്സിന് വരുന്നതാണ്. അപ്രോക്സിമേറ്റ്ലി 100 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വേർഡോ എന്തെങ്കിലും ഒരു ടേം ഒക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാകുക. Now coming to mark distribution analysis. Last 5 sessions IGNO എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് വൈസ് ബ്ലോക്സ് നമ്മൾ യൂണിറ്റ് ഓർ ബ്ലോക്സ് നമ്മൾ വായിക്കും. ഒപ്പം ആവറേജ് മാർക്സ് പെർ പേപ്പർ ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ. ബ്ലോക്ക് 1 ഹോമർ, ദ ഇലിയഡ് 29 ആണ് ആവറേജ് മാർക്സ് പെർ പേപ്പർ, ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ 29%. ബ്ലോക്ക് 2 സോഫോക്ലിസ് ഇഡിപ്പസ് റെക്സ് 30%. ബ്ലോക്ക് 3 പ്ലോട്ടസ് പോട്ട് ഓഫ് ഗോൾഡ് 23%. ബ്ലോക്ക് 4 ഹൊറേസ് ആൻഡ് ഓബിറ്റ് 18%. നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഗ്രാഫിന്റെ സഹായത്തോടു കൂടി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് നോട്ട്സ് അപ്രോക്സിമേറ്റ്ലി 20%, ലോങ് എസ്സേ 60%, അനലിറ്റിക്കൽ ആൻസേഴ്സ് അപ്രോക്സിമേറ്റ്ലി 20%. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡിഫറെന്റ് കളേഴ്സിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ലോങ് എസ്സേ ആണ് കൂടുതലായിട്ട് നമ്മൾ ഈ പാറ്റേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ലോങ് എസ്സേ അപ്രോക്സിമേറ്റ്ലി ഡോമിനേറ്റ്സ്, അതായത് ഒരു സ്റ്റഡി ആയിട്ട് കഴിഞ്ഞ സെഷൻസിലെല്ലാം അപ്രോക്സിമേറ്റ്ലി 60% ആയിട്ട് ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് ലോങ് എസ്സേ. അതുപോലെ ഈഡിപ്പസ് സെൻട്രിക് തിയറി, യൂണിറ്റീസ്, ഫേറ്റ്, അനഗ്നോറിസിസ്, ഇതെല്ലാം ഒരു റിലയബിളി ഒരു ഇറ്റ് അപ്പിയേഴ്സ് ഇസ് ബോത്ത് ഷോർട്ട് ആൻസർ ആൻഡ് ലോങ് ആൻസർ. ലോങ് ആൻസറും ഷോർട്ട് ആൻസറും ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ പ്ലോട്ടസിന്റെ ക്വസ്റ്റ്യൻ അതായത് ഇക്ലിയോ ആസ്മൈസർ അല്ലെങ്കിൽ ഡൗറി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു 23% ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ പ്രിപ്പറേഷൻ ടൈം എങ്ങനെയാണ്? നമുക്കറിയാം 3 hours ആണ് നമ്മുടെ എക്സാം. 100 മാർക്സിനാണ് എക്സാം വരുന്നത്. ഷോർട്ട് നോട്ട്സിന് ഒരു 20 minutes നമ്മൾ ഈച്ച് ഷോർട്ട് നോട്ടിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 36 മിനിറ്റിൽ നമുക്ക് 20 മാർക്സിനാണെങ്കിൽ നമ്മൾ 36 മിനിറ്റ് അപ്രോക്സിമേറ്റ്ലി കൊടുക്കുക. അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആൻസർ 20 മാർക്സിനാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 36 മിനിറ്റ്സ് കൊടുക്കുക. ആൻഡ് ദെൻ ലോങ് എസ്സേസ് ആണെങ്കിൽ 60 മാർക്സ് ടോട്ടൽ ആണെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 108 മിനിറ്റ്സ് കൊടുക്കുക. ആൻഡ് ഫൈനലി ഒരു 10 മിനിറ്റ് നമ്മൾ ആൻസർ എല്ലാം എഴുതി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് നമ്മളെല്ലാം വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വെക്കണം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ക്വസ്റ്റ്യൻസിന്റെ അവസാനവും അത് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ സ്റ്റൈൽ ഓർ പോസിറ്റീവ് വാല്യൂ ഓഫ് ദ ഹൊറേഷ്യൻ സാറ്റയർ. 5 തവണയാണ് വന്നിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എപ്പിക്. അത് 4 തവണയാണ് വന്നിട്ടുള്ളത്. തേർഡ് വൺ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോൾ ഓഫ് ഇഡിപ്പസ്, ഫേറ്റ് ഓർ ഇഡിപ്പസ് ഹിംസെൽഫ്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് വൺ, വാർ ബ്രിങ്സ് അബൌട്ട് ഓണർ ആസ് വെൽ ആസ് ഹൊറർ. ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ഇലിയഡ്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഫിഫ്ത് വൺ, ഹൂ ഈസ് ദ ഹീറോ ഓഫ് ദ ഇലിയഡ്, ഗിവ് എ റീസെന്റ് ആൻസർ. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. 6 വൺ, കൊമാൻഡ് ഓൺ ദ എൻഡിങ് ഓഫ് ദ പോട്ട് ഓഫ് ഗോൾഡ്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. 7th വൺ, ഇലുസ്ട്രേറ്റ് ദ റോൾ ഓഫ് ദ 3 യൂണിറ്റീസ് ഇൻ ഇഡിപ്പസ്. 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്.
Eighth one, do you think Clio is finally integrated into society? രണ്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Ninth one, what purpose does the story of Narcissus serves in the metamorphosis? രണ്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത്. And 10th one, write the story or outline of Iliad. അതും രണ്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിലാണ് വരുന്നത്, എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ ആവറേജ് മാർക്സ് നമുക്ക് നോക്കാം. First one, discuss the style or positive value of Horatian satire. Block 4, Horace and Ovid. Unit 2, 3ലാണ് വന്നിട്ടുള്ളത്. 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. And average marks 10. Next, explain the characteristics of an epic. Block 1, Homer, Iliad. അതിൽ യൂണിറ്റ് 1ലാണ് ചോദിച്ചിട്ടുള്ളത്. 4 times ആണ് വന്നിട്ടുള്ളത്. Average mark 10. Next, Fate versus Oedipus. Who is responsible? Block 2, Oedipus Rex. Unit 4. 3 times ആണ് ചോദിച്ചിട്ടുള്ളത്. Average mark 20. Next, War brings honor and horror. Iliad. Block 1, Unit 3. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Average mark is 20. Who is the hero of Iliad? Block 1, Unit 2. 3 തവണ ചോദിച്ചിട്ടുണ്ട്. Average mark 16.7. Next, Ending of Pot of Gold. Block 3, Unit 4. 3 തവണ ചോദിച്ചിട്ടുണ്ട്. And average mark 13.3. Next, 3 unities in Oedipus Rex. Block 2, Unit 3. 2 തവണ ചോദിച്ചിട്ടുണ്ട്. Average mark is 20. Next, is Euclio integrated into society? Block 3, Unit 3. 2 times ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. Average mark 20. Next, functions of Narcissus in metamorphosis. Block 4, Unit 4, Ovid. 2 തവണയാണ് വന്നിട്ടുള്ളത്. Average mark is 20. Next is outline the story of Iliad. Block 1, Unit 1 and 3. 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. And average mark is 10. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്ര മാർക്സ് ആണ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എത്ര പെർസെന്റേജ് ഷെയർ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ പെർസെന്റേജ് ആയിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ, ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ജൂൺ 2025 ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പൈ ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അഡ്വൈസ് പാനലാണ് ഇവിടെ പറയുന്നത്. ഓരോ നമ്മൾ ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ ആൻസേഴ്സിന്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. ആൻഡ് 12 മിനിറ്റ്സ് കംപ്ലീറ്റ് ആൻസർ എഴുതുക. അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഇൻ 7 മിനിറ്റ്സ് ആൻഡ് റൈറ്റ് ഇൻ 18 മിനിറ്റ്സ്. അത് 20 മാർക്സിനാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. 10 മാർക്സിന് നമ്മൾ 5 മിനിറ്റ്സിൽ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്തിട്ട് 12 മിനിറ്റ്സിൽ നമ്മൾ ആൻസർ എഴുതുക. നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതുപോലെ അടുത്തൊരു ടിപ്പാണ് നമ്മളൊരു പ്രിപ്പയർ സ്കെൽട്ടൺ, അതായത് ഒരു ആൻസർ ടെംപ്ലേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതായത് ഇൻട്രൊഡക്ഷൻ, പിന്നെ ടെക്സ്റ്റൽ കോഡ്സ് അല്ലെങ്കിൽ പ്രൂഫ് അല്ലെങ്കിൽ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ നമ്മളിപ്പം അനഗ്നോറിസിസ്, കഥാർസിസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കീ ടേംസിനെല്ലാം ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ ഒരു സ്കെൽട്ടൺ നമ്മൾ തയ്യാറാക്കുക. എങ്ങനെയാണോ നമ്മൾ എക്സാമിന് എഴുതേണ്ടത് അതുപോലെ തന്നെ ഒരു ആൻസർ എഴുതി തയ്യാറാക്കിയിട്ട് നന്നായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. നെക്സ്റ്റ് ഇസ് വേരിയേഷൻ പ്രൂഫിംഗ്. അതായത് നമ്മൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് പാരഫ്രൈസ് വേരിയൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോസിറ്റീവ് വാല്യൂസ് ഇൻ ഹൊറേസ് അല്ലെങ്കിൽ ടോൺ ഓർ സ്റ്റൈൽ ഓഫ് ഹൊറേഷ്യൻ സാറ്റയർ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഒരു ആൻസർ എഴുതി, ആ ആൻസർ 10 മാർക്സിനാണ്. ഇനി 20 മാർക്സിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആൻസർ തന്നെ, ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിച്ചാലും അതും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റണം. നമ്മൾ പഠിച്ചത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും, അതിനെ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചാലും ആ ആൻസറിന് നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ അനുസരിച്ച് എഴുതാനായിട്ട് നമുക്ക് വേർഡിങ്സ് ഷിഫ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റണം. നെക്സ്റ്റ് ഇസ് പ്രോബബിലിറ്റി മാട്രിക്സ്. ഓരോ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അതിന്റെ പ്രോബബിലിറ്റി മീൻസ് എത്ര പെർസെൻറ്റേജ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സാമിന്. സോ അതിന്റെ ബേസിൽ നമ്മൾ ഹൈ കാറ്റഗറി ആണോ, ലോ കാറ്റഗറി ആണോ, മീഡിയം കാറ്റഗറി ആണോ എന്ന് പറയുന്നുണ്ടാവും. So block 1, Homer, the Iliad. Unit 2, the Homeric hero. Topic, hero of the Iliad. Achilles or Hector. 100% probability, high category ആണ്. Block 2, Sophocles, Oedipus Rex. Unit 1, Greek theatre and tragedy. Key terms, mimesis, catharsis or peripetia or anagnorisis or hamartia. ഇത് കീ ടേംസ് ആയിട്ടാണ് ചോദിക്കുക. മിമെസിസ് ഓർ കഥാർസിസ് ഓർ പെരിപെറ്റിയ ഓർ അനഗ്നോറിസിസ് ഓർ ഹമാർഷ്യ, ഏതെങ്കിലും കീ ടേംസ് ആയിട്ട് ചോദിക്കും. 100% പ്രോബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി. ബ്ലോക്ക് 1, യൂണിറ്റ് 1, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ എപ്പിക്. 85.7% പ്രോബിലിറ്റി, ഹൈ കാറ്റഗറി. ബ്ലോക്ക് 3, പ്ലോട്ടസ്, പോട്ട് ഓഫ് ഗോൾഡ്. യൂണിറ്റ് 1, topic, origins or new comedy or Fascinine verse or end of classical drama. 85.7% probability, high probability. Block 2, Unit 3,
3 unities in Oedipus Rex, 85.7% high category. Block 3, Unit 4, dowry or possession of women in or ending of pot of gold, 71.4% high category. Block 3, Unit 3, Clio integrated or slaves and strobilus, 71.4% probability high category. Block 2, Unit 4, fate versus Oedipus, 71.4% probability high category. Block 4, Rhodes and Ovid, Unit 2, 3, style or positive values of oration satire, 71.4% probability high category. Block 1, Unit 3, war brings honor and horror, Iliad, 57.1% probability medium category. Next, Block 1, Unit 3, outline or story of Iliad, 42.9% probability medium category. And next is Block 2, Unit 2, role of chorus or condition of Thebes, 42.9% probability medium category. So high category means 70% or above വരുന്നതും medium category means 40 to 69%ഉം low category means less than 40% probability ആണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബേസിസിൽ ഇപ്പൊ ഇലിയഡ് ഹൈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹൈ കാറ്റഗറി എന്ന് പറയുന്നത് 70% അബവ് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഇലിയഡ് ഹീറോ ഡിബേറ്റ്, അതായത് ആരാണ് ഹു ഇസ് ദ ഹീറോ ഓഫ് ഇലിയഡ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. എപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ്, യൂണിറ്റീസ്, റോമൻ കോമഡി ബാക്ക്ഗ്രൗണ്ട്, ഹൊറേഷ്യൻ സാറ്റയർ, പോട്ട് ഓഫ് ഗോൾഡ്, ഡൗറി അല്ലെങ്കിൽ എൻഡിങ് ഓഫ് പോട്ട് ഓഫ് ഗോൾഡ്, ക്ലിയോ ഓർ സ്ലേവ്, ഫേറ്റ് വേഴ്സസ് ഈഡിപ്പസ്, ഇതൊക്കെയാണ് ഹൈ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഹൈ കാറ്റഗറിയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്, ടോപ്പിക്സ് ഇതൊക്കെയാണ്. സോ ഇത് എങ്ങനെ പഠിക്കാം? നമുക്ക് ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓരോ കീ ടേംസിനൊക്കെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് വെച്ച് പഠിക്കാം. അതുപോലെ ടീച്ച് ബാക്ക് ടെക്നിക് നമ്മളൊരു ഫ്രണ്ടിന് പഠിപ്പിച്ച് കൊടുക്കുന്ന പോലെ നമുക്ക് പഠിക്കാം. ആൻഡ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുക. 10 മാർക്കിന് ഒരു ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുക, 20 മാർക്കിനും ഒരു ആൻസർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആക്കിലസ് വേഴ്സസ് ഹെക്ടർ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തിട്ടും നമുക്ക് പഠിക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടത്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന പ്രോബബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓണർ ആൻഡ് ഹൊറർ ഇൻ വാർ, സ്റ്റോറി ഓർ ഔട്ട്ലൈൻ ഓഫ് ഇലിയഡ്, കോറസ് ഓർ കണ്ടീഷൻ ഓഫ് തിബിസ്. ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈൻഡ് മാപ്സ് യൂസ് ചെയ്ത് പഠിക്കാം. നോട്ട്സിന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. അതേപോലെ തന്നെ 5 മിനിറ്റ്സ് ഔട്ട്ലൈൻ കൊടുത്ത് ഒരു 12 to 18 മിനിറ്റ്സിൽ ആൻസർ എഴുതുന്ന രീതിയിൽ പഠിക്കാം. ആൻഡ് പ്രിപ്പയർ 2 എക്സാമ്പിൾസ് പെർ കൺസെപ്റ്റ്. നമുക്ക് അങ്ങനെ ആ രീതിയിൽ 2 രീതിയിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ അത് വായിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. 2 എക്സാമ്പിൾസ് പെർ കൺസെപ്റ്റ്. ഓരോ കൺസെപ്റ്റിനും 2 എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. എപ്പോഴും എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടെക്സ്ച്വൽ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ എഴുതുമ്പോൾ നമുക്ക് നല്ല സ്കോർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ദെൻ ലോ കാറ്റഗറി മീൻസ് ലെസ് ദാൻ 40% വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൈനർ ക്യാരക്ടർ സ്കെച്ചസ് അല്ലെങ്കിൽ റെയർ കോണ്ടെക്ച്വൽസ് ഒക്കെ മൈനർ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലോ കാറ്റഗറിയിൽ വരുന്നത്. അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത് മീഡിയവും ഹൈയും മാത്രമാണ്. ലോ കാറ്റഗറിയിൽ അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിത് നോക്കരുത് എന്നല്ല, നോക്കണം, പക്ഷെ കൂടുതൽ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത് ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിലാണ്. സോ ഇത് പഠിക്കുമ്പം ഒരു 50 വേർഡ്സിന്റെ ഒരു അബ്സ്ട്രാക്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ ലോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാനായിട്ട്. ഇനി അടുത്തത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഡിസംബർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ടൈം 3 hours ആണ്, മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അറ്റംപ്റ്റ് എനി 4 questions ഫ്രം സെക്ഷൻ എ, 2 ഫ്രം സെക്ഷൻ ബി ആൻഡ് 3 ഫ്രം സെക്ഷൻ സി. അത് പ്രത്യേകം നോക്കണം. സെക്ഷൻ എയിൽ നിന്നും 4 questions, സെക്ഷൻ ബിയിൽ നിന്നും 2 questions, സെക്ഷൻ സിയിൽ നിന്നും 3 question ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സെക്ഷൻ എ ഇവിടെ ഷോർട്ട് നോട്ട് ആണ്. ഇതിൽ നിന്നും എനി 4 questions ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 100 വേർഡ്സിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക്. അങ്ങനെ 4 into 5 20. അനഗ്നോറിസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് എപ്പിക് പോയട്രി ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റി ഓഫ് ടൈം, അതുപോലെ തന്നെ ടോൺ ഓഫ് ഒറേഷൻ സാറ്റയർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോട്ട് ഓഫ് ഗോൾഡിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡൗറിയുടെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ
ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ വന്നിരിക്കുന്നതാണ് ഹീറോയിക് കോഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ബ്ലോക്ക് 1 to 4 നിന്നും എപ്പിക്, ഗ്രീക്ക് ട്രാജഡി, ടേംസ്, ഹൊറൈസ്, പ്ലോട്ടസ് എല്ലാത്തിൽ നിന്നും കവർ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള എനി 4 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണം. ഇറ്റ് ക്യാരി 5 മാർക്സ് ആൻഡ് 100 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. സോ 4 into 5 20 ആണ് നമുക്ക് സെക്ഷൻ എയിൽ നിന്നും കിട്ടുന്നത്. സെക്ഷൻ ബി എനി 2 2 ക്വസ്റ്റ്യൻസും മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. 250 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. ഈച്ച് ക്യാരി 10 മാർക്സ്. അപ്പൊ 2 into 10 20 മാർക്സ് ആണ് വരുന്നത്. പ്രൊട്ടാഗനിസ്റ്റ് ഓഫ് ഇലീഡ്, നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ആരാണ് ഇലീഡിന്റെ പ്രൊട്ടാഗനിസ്റ്റ്, അക്കിലസ് ഓർ ഹെക്ടർ. അതുപോലെ തന്നെ 3 യൂണിറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്ലേവ്സ് ഇൻ പോർട്ട് ഓഫ് ഗോൾഡ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസ്കസ് ദ സ്റ്റൈൽ ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഒറേഷൻ സാറ്റയർ. ഇതെല്ലാം നമ്മൾ പ്രോബബിലിറ്റിയിൽ നമ്മൾ ഹൈ എന്ന് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ സെക്ഷൻ ബിയിൽ നിന്ന് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള എനി 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. 250 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 10 മാർക്സ്. അപ്പൊ സെക്ഷൻ എയിൽ നിന്നും നമുക്ക് 20, സെക്ഷൻ ബിയിൽ നിന്നും ടോട്ടൽ 20 മാർക്സ് കിട്ടും. ഇനി സെക്ഷൻ സിയിൽ ലോങ് എസ്സേസ് ആണ്. എനി 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 500 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 20 മാർക്സ്. ഓരോന്നിനും 20 മാർക്കാണ് വരിക. 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 500 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഫെയ്റ്റ് ഓർ ഹ്യൂമൻ ഏജൻസി ഓഫർ ദ മോർ കൺവിൻസിംഗ് എക്സ്പ്ലനേഷൻ ഫോർ ഈഡിപ്പസ് ഡൗൺഫോൾ. അടുത്തത് ഇലിയഡ് എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ എപ്പിക് ആൻഡ് ഹൗ ഇലിയഡ് എക്സാംപ്ലിഫൈ ദം. എങ്ങനെയാണ് ഇലിയഡ് അതിനൊരു എക്സാമ്പിൾ ആവുന്നത്, എപ്പിക്കിന് ഒരു എക്സാമ്പിൾ ആവുന്നത്, ആൻഡ് എപ്പിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയണം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് റോമൻ കോമിക് ട്രഡീഷൻസിനെ കുറിച്ചിട്ട്. അത് പോർട്ട് ഓഫ് ഗോൾഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റെഫറൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് എക്സാമിൻ ദ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആൻഡ് പ്രോപ്പർട്ടി ഇൻ പോർട്ട് ഓഫ് ഗോൾഡ്. അതും പോർട്ട് ഓഫ് ഗോൾഡിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് ആസ് ഇസ് ദ എപ്പിക് സ്റ്റേജസ് ഓഫ് ഓവിഡ്സ് മെറ്റാമോർഫോസിസ് വിത്ത് ഇല്ലുസ്ട്രേറ്റീവ് റെഫറൻസ് ടു ബുക്ക് 3 സെലക്ഷൻസ്. സോ എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള എനി 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. 3 into 20 60 മാർക്സ് ആണ് നമുക്ക് സെക്ഷൻ സിയിൽ നിന്നും കിട്ടുന്നത്. ലോങ് ആൻസർ ആണ് സെക്ഷൻ സി. സോ സെക്ഷൻ എ നമ്മൾ പറഞ്ഞു, സെക്ഷൻ ബി നമ്മൾ പറഞ്ഞു, സെക്ഷൻ സി നമ്മൾ പറഞ്ഞു. അപ്പോൾ കോൺഫിഡന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 3 hours ആണുള്ളൂ, 100 മാർക്സിനാണ്. സോ ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് വിശ്വസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് എക്സലന്റ് സ്കോറോട് കൂടിയിട്ട് എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.